പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗര്യയജ്ഞത്തിന്റെ 265 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത SV കാസർഗോഡ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി കൃഷ്ണകുമാരി മഞ്ചേരി. നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീ പ്രദീപൻ കണ്ണൂർ. നമുക്ക് വേണ്ടി ഭജന പാടുന്നത് ശ്രീദേവി, കുമാരി ശ്രീദേവി തിരുവനന്തപുരം. പ്രദീപ് സാർ, കൃഷ്ണകുമാരി തുടങ്ങിക്കോളൂ. സായിരാം. പ്രദീപ് സാറിനോട് പറയൂ. ആദ്യം പിന്നെ 3 ഓംകാരം എടുക്കുക, അത് കഴിഞ്ഞിട്ട് 3 സായി ഗായത്രി, അത് കഴിഞ്ഞിട്ട് കൃഷ്ണകുമാരി 3 ഓംകാരം പറയും, അത് കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. സായിരാം. ഓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्तिः. സായിരാം. ഇനി പ്രദീപ് പിന്നെ വാണി വായിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും എൻ്റെ സായിരാം. ഭഗവത്പാദങ്ങളിൽ ശതകോടി പ്രണാമം. എൻ്റെ പേര് പ്രദീപൻ. ഞാൻ കണ്ണൂർ സമിതിയിലെ അംഗമാണ്. വാണി വായിക്കുന്നത് ഭഗവാൻ 1953 വിജയദശമി നാൾ പ്രശാന്തി നിലയത്തിൽ ഭഗവാൻ ചെയ്ത പ്രഭാഷണത്തിൽ നിന്നാണ് വായിക്കുന്നത്. മാനസ ഭജരേ. ഞാൻ ഉറവക്കൊണ്ടയിലായിരുന്ന കാലത്ത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു നാൾ എൻ്റെ പുസ്തകങ്ങളെല്ലാം ദൂരെ എറിഞ്ഞ് എന്നെ എൻ്റെ ജോലി കാത്തിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു പുറത്തു പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ. തെലുങ്ക് പണ്ഡിതൻ അന്നത്തെ ആ സായാഹ്ന സംഭവത്തെക്കുറിച്ചെല്ലാം തൻ്റെ പ്രസംഗത്തിൽ നിങ്ങൾക്ക് വിവരിച്ചു തന്നു. നല്ലത്. സായിബാബയായി ഞാൻ പരസ്യമായി പുറത്തു വന്ന അന്ന് തെലുങ്ക് പണ്ഡിതന്റെ ഗൃഹത്തിൽ നിന്നും പോന്നു. തോട്ടത്തിൽ സമ്മേളിച്ചവരെ ഞാൻ പഠിപ്പിച്ച ആദ്യ ഗീതം ഇതാണ്. മാനസഭജരെ ഗുരുചരണം ദുസ്തരഭവ സാഗര തരണം. അനന്തമായ ജനന മരണ ചക്രത്തിൽ പെട്ടുഴലുന്ന എല്ലാവരെയും സ്വയം വെളിപ്പെടുത്തുന്ന ഗുരുവിൻ്റെ, അവിടുത്തെ അഭയം തേടുന്നവരുടെ എല്ലാം ഭാരം ചുമക്കുന്നതിന് വീണ്ടും അവതരിച്ച ഗുരുവിൻ്റെ ചരണത്തെ ഭജിക്കുന്നതിന് ഞാൻ ക്ഷണിച്ചു. മാനവ ലോകത്തു നിന്നുള്ള എൻ്റെ ആദ്യ സന്ദേശവും അതായിരുന്നു. മാനസഭജരെ, മനസ്സിൽ ആരാധിക്കൂ. 1-2 കൊടുത്താൽ കിട്ടുന്ന നിങ്ങളുടെ പൂമാലകളും ഫലങ്ങളും എനിക്ക് ആവശ്യമില്ല. അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെയല്ല. നിങ്ങളുടെ സ്വന്തമായ എന്തെങ്കിലും എനിക്കേകൂ. നന്മയും നിഷ്കളങ്കതയും കൊണ്ട് പരിശുദ്ധവും നറുമണം വഴിയുന്നതും പാശ്ചാത്താപമാകുന്ന കണ്ണുനീരിനാൽ കഴുകപ്പെട്ടതുമായ എന്തെങ്കിലും നിങ്ങളുടെ ഭക്തി പ്രകടനത്തിന് കാഴ്ചവസ്തുക്കളായി നിങ്ങൾ പൂമാലകളും ഫലങ്ങളും കൊണ്ടുവരുന്നു. അതിനു കഴിവില്ലാത്ത ദരിദ്രരായ ഭക്തജനങ്ങൾ തങ്ങളുടെ നിസ്സഹായതയെ ചൊല്ലി പ്രണിത ഹൃദയരും ദുഃഖിതരുമായി ഭവിക്കുന്നു. നിങ്ങൾ ചെയ്യും പോലെ ആർഭാടമായ ഭക്തി പ്രദർശനത്തിന് അവർക്ക് കഴിവില്ല. ഭഗവാനെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കൂ. അവിടത്തേക്ക് നിങ്ങളുടെ പ്രവൃത്തികളാകുന്ന ഫലങ്ങളും അന്തർവിചാര വികാരങ്ങളാകുന്ന പുഷ്പങ്ങളും അർപ്പിക്കുക.
അതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരാധന. അതാണ് ഞാൻ ഏറ്റവും ആസ്വദിക്കുന്ന ഭക്തി. കടകളിൽ സാധനങ്ങൾ വെവ്വേറെ പൊതികളായി വെച്ചിരിക്കുന്നു. ഓരോരുത്തരും ചില പ്രത്യേക ഇനം സാധനങ്ങൾ അഥവാ ഒരു കൂട്ടം സാധനങ്ങൾ സംഭരിച്ചു വെക്കുന്നതിൽ സവിശേഷത നേടുന്നു. പക്ഷേ ഒരു പ്രദർശനശാലയിലാകട്ടെ നൂറുകണക്കിൽ കടകൾ ചേരുമ്പോൾ എല്ലാത്തരം സാധനങ്ങളും ലഭിക്കുന്നു. സാധനങ്ങൾ മനോഹരമായി കാഴ്ചവെക്കുവാനുള്ള വിപുലമായ ഏർപ്പാടുകളും ഉണ്ടാവും. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഞാൻ പൊതുവായി കടകളിൽ ലഭിക്കുന്ന പൊതികൾ പോലെ വ്യക്തികൾക്കാണ് ഉപദേശം നൽകി പോന്നത്. വ്യക്തികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുകയും ഈ ഭാഷണം ഇന്ന് നിങ്ങൾക്കൊരു പുത്തൻ അനുഭവമായിരിക്കും. ഞാൻ ഇന്ന് ഒരു ജനസമൂഹത്തോട് പ്രഭാഷണം ചെയ്യുന്നു. നിങ്ങൾക്കിത് പുതുതാണെങ്കിലും എനിക്ക് പുതുതല്ല. ഈ അവതാരത്തിലല്ലെങ്കിലും മുമ്പും വലിയ ജനസമൂഹത്തിന് ഞാൻ ഉപദേശമരുളിയിട്ടുണ്ട്. നിരാകാരം സകാരമായി തീരുമ്പോഴെല്ലാം തൻ്റെ ജീവിതോദ്ദേശം നിറവേറ്റേണ്ടതുണ്ട്. അത് നാനാമാർഗത്തിൽ നിറവേറ്റുകയും ചെയ്യുന്നു. പക്ഷേ യുഗമോ കാലഘട്ടമോ എന്തുതന്നെ ആയാലും ഉദ്ദേശം മനുഷ്യനുള്ള പുനർവിദ്യാഭ്യാസം വിടാതെ നിലനിൽക്കുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ജീവിതത്തിന്റെ ആദ്യത്തെ 16 വത്സരത്തിൽ ബാലലീല മുന്നിട്ട് നിൽക്കുന്നു. ഈ തലമുറക്ക് സന്തോഷമേകുന്നതിന് പിന്നത്തെ 16 വത്സരത്തിലേക്ക് ഏറിയ കൂറും മഹിമകൾക്കായി ചെലവിടുന്നു. സന്തോഷവും സംതൃപ്തിയും ക്ഷണികമായ ഭാവങ്ങളത്രേ. നിങ്ങൾ ആ അവസ്ഥയെ പിടികൂടി അതിനെ സ്ഥിരമായി സ്വായത്തമാക്കുക. അതെത്രേ ആനന്ദം. 32-ാം വയസ്സിന് ശേഷം എന്നെ ഉപദേശയജ്ഞങ്ങളിൽ ഏർപ്പെട്ടതായി നിങ്ങൾക്ക് കാണാം. അഥവാ അബദ്ധസഞ്ചാരം ചെയ്യുന്ന മാനവരാശിയെ പഠിപ്പിച്ച് ലോകത്തെ സത്യധർമ്മ ശാന്തി പ്രേമപഥത്തിലേക്ക് നയിക്കുന്ന യത്നത്തിൽ ഏർപ്പെടുന്നതായി കാണാം. അതിനുശേഷം എൻ്റെ പ്രവർത്തനത്തിൽ നിന്നും ലീലയും മഹിമയും ഒഴിവാക്കാൻ ഞാൻ നിശ്ചയിച്ചുവെന്നില്ല. ഞാൻ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. മനുഷ്യ മനസ്സിന്റെ കുടിലതയെ തിരുത്തി ധർമ്മം പുനഃസ്ഥാപിക്കുകയും മനുഷ്യരാശിയെ സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയുമാണ് എൻ്റെ പ്രധാന കർത്തവ്യം. സംശയം കൊണ്ട് വൃഥാ വാദം കൊണ്ടും പതറിപ്പോകാതിരിക്കുക. എനിക്കിതെല്ലാം ചെയ്യാൻ എങ്ങനെ കഴിയും എന്നൊന്നും ചോദിക്കാതിരിക്കുക. വൃന്ദാവനത്തിലെ ഗോപന്മാരും തങ്ങളുടെ ഇടയിൽ വളർന്നു വന്ന ആ ചെറിയ കുട്ടിക്ക് ഗോവർദ്ധനഗിരി പൊക്കാനും ഉയർത്തിപ്പിടിക്കാനും കഴിയുമോ എന്ന് ശങ്കിച്ചിരുന്നു. ആവശ്യമായ വസ്തു വിശ്വാസമാണ്, ഇനിയും കൂടുതൽ വിശ്വാസം. ഒരിക്കൽ കൃഷ്ണാർജുനന്മാർ ഒരു തുറന്ന വീതിയിലൂടെ ഒന്നിച്ചു പോവുകയായിരുന്നു. ആകാശത്തിൽ ഒരു പക്ഷിയെ കണ്ട് കൃഷ്ണൻ അർജുനോട് ചോദിച്ചു, പ്രാവാണോ അത്? അദ്ദേഹം പറഞ്ഞു, അതെ, പ്രാവ് തന്നെ. അവിടുന്ന് അർജുനോട് ചോദിച്ചു, അത് കഴുകനോ? അർജുനൻ ഉടൻ മറുപടി പറഞ്ഞു, അതെ, അത് കഴുകൻ തന്നെ. അല്ല അർജുന, എനിക്കൊരു കാക്കയെ പോലെ തോന്നുന്നു. നോക്കൂ, അത് കാക്കയല്ലേ? കൃഷ്ണൻ ചോദിച്ചു. അർജുനൻ മറുപടി പറഞ്ഞു, വ്യസനിക്കുന്നു? സംശയമേ ഇല്ല, അത് കാക്ക തന്നെ. എന്തഭിപ്രായപ്പെട്ടാലും അതെല്ലാം ശരിവയ്ക്കുന്ന അർജുനനെ കൃഷ്ണൻ ഹസിക്കുകയും ഭസിക്കുകയും ചെയ്തു. പക്ഷേ അർജുനൻ പറഞ്ഞു, എനിക്ക് അവിടുത്തെ വാക്കുകൾ എൻ്റെ കണ്ണിന്റെ തെളിവിനേക്കാൾ കനപ്പെട്ടതാണ്. അവിടുത്തേക്ക് അതിനെ കാക്കയോ പ്രാവോ പരുന്തോ എന്തുമാക്കാം. അവിടുന്ന് അതിനെ കാക്കയെന്ന് പറഞ്ഞാൽ അത് കാക്ക തന്നെ. പൂർണ്ണ വിശ്വാസമാണ് അത്. ആത്മീയ വിജയത്തിലേക്കുള്ള വീതി. ഭഗവാൻ ഭക്തനെയല്ല, അയാളുടെ ഭക്തിയെയാണ് ഇഷ്ടപ്പെടുന്നത്. ഓർത്തോളൂ, ഭഗവത് അനുഗ്രഹം എങ്ങും തുല്യമായി പെയ്യുന്ന മഴ പോലെ പരിശുദ്ധ ജലമാകുന്നു. പക്ഷേ അതിൻ്റെ സ്വാദ് അതൊഴുകുന്ന മണ്ണിനനുസരിച്ച് മാറുന്നു. അപ്രകാരം തന്നെയാണ് ഭഗവാന് മൊഴികൾ ചിലർക്ക് മധുരിതവും മറ്റുള്ളവർക്ക് ചവർപ്പുമാകുന്നത്. ഭഗവത് മാർഗങ്ങൾ ഗഹനമാകുന്നു. അവിടുന്ന് വിദൂരനെ ഈ വാക്കുകളാൽ അനുഗ്രഹിച്ചു, നശിപ്പിക്കപ്പെടട്ടെ ദുശാസനെ ഇങ്ങനെയും 1000 ആണ്ട് വാഴുക. വിദൂരന്റെ അഹം നശിക്കട്ടെ എന്നും ദുശാസനൻ ഈ ലോകത്തിലെ ദുഃഖങ്ങളും പീഡനങ്ങളും 10 നൂറ്റാണ്ട് സഹിക്കട്ടെ എന്നുമാണ് അവിടുന്ന് ഉദ്ദേശിച്ചത്. ഭഗവാന്റെ പ്രവൃത്തികളുടെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ നിങ്ങൾക്കറിയാൻ മേല. ഒരേ ലക്ഷ്യങ്ങളും ഒരേ ഹിതങ്ങളും കൊണ്ട് ഓരോ കാര്യത്തിലും മിക്കവാറും നിങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുടെ ഉദ്ദേശങ്ങൾ എന്തെന്ന് നിങ്ങൾക്കറിയാൻ സാധ്യമല്ല. പക്ഷേ എന്നിട്ടും എത്ര എളുപ്പത്തിലാണ് മനുഷ്യന്റെ നിലയിൽ നിന്ന് എത്രയോ ദൂരം ഉന്നത സ്ഥിതനായ അവിടുത്തെ ലക്ഷ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നത്. മത്സ്യത്തിന് അന്തരീക്ഷം പോലെ അപരിചിതമായ ഒന്നിനെപ്പറ്റി എത്ര ഒഴുക്കനായാണ് നിങ്ങൾ സംസാരിക്കുകയും വിധി കൽപ്പിക്കുകയും ചെയ്യുന്നത്. സായിരാം.
സായിരാം. ഇനി പിന്നെ സാറ് അനുഭവം പറഞ്ഞോളൂ. സായിറാം. ഞാൻ ഒരു സ്വകാര്യ നോൺ ബാങ്കിങ് കമ്പനിയിൽ ഉന്നതമായ സസ്യയിൽ ജോലി ചെയ്ത് വരവെ ഓഫീസിനടുത്തുള്ള ഒരു സായി ഭക്തനായ ഒരു ഡോക്ടറിൽ നിന്നാണ് സത്യസായി ബാബയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഡോക്ടറുടെ അനുഭവ വിവരണങ്ങളിൽ നിന്നും പ്രചോദിതനായാണ് ആദ്യമായി 1996 തിരുവോണനാളിന് തലേന്ന് പുട്ടവർത്തിയിൽ എത്തിച്ചേർന്നത്. അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സ്വാമിയെ ദർശിക്കുകയും പാദനമസ്കാരം ലഭിക്കുകയും ചെയ്തു. പിറ്റേന്നാൾ സായി ബാബയുടെ ദർശനത്തിനായി കേരളത്തിൽ നിന്നും പ്രമുഖ വ്യക്തികളായ ശ്രീ PP ഉമ്മർകോയ, മുൻ മന്ത്രി വെല്ലിംഗ്ടൺ മുതലായവരും സന്നിധരായിരുന്നു. സ്വാമി ശ്രീ വെല്ലിംഗ്ടണിനും ഉമ്മർകോയക്കും സൃഷ്ടിച്ചു നൽകിയ മോതിരവും വാച്ചും എനിക്ക് കാണാൻ അവസരം ലഭിക്കുകയും അവർക്ക് ലഭിച്ച ഇന്റർവ്യൂവിനെ കുറിച്ച് ചോദിച്ച് അറിയുകയും ചെയ്തു. കൂടാതെ കേരളത്തിൽ നിന്ന് വന്ന പ്രമുഖരായ പല വ്യക്തികളെയും പരിചയപ്പെടുവാൻ അവസരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിട്ടനാളിൽ പുട്ടവർത്തിയിലെ പൂർണ്ണേന്ദ്ര ഓഡിറ്റോറിയം, മ്യൂസിയം, പ്ലാനറ്റോറിയം, കൽപ്പവൃക്ഷം മുതലായവ സന്ദർശിച്ചു മനസ്സിൽ പൂർണ്ണ സംതൃപ്തിയോടെ നാട്ടിൽ തിരികെ വരികയും ചെയ്തു. അതിനുശേഷം ഞാൻ സത്യസായി പ്രശാന്തി നിലയം ഡ്യൂട്ടിക്കായി വർഷത്തിൽ മിക്കവാറും 2 തവണയും പോകുമായിരുന്നു. അന്നു തൊട്ട് ഇന്നേ വരെ സ്വാമിയുടെ സങ്കല്പം എന്നോണം എനിക്ക് ഏകദേശം 68 തവണ മന്ദിരത്തിൽ തന്നെയായിരുന്നു ഡ്യൂട്ടി ലഭിച്ചിരുന്നത്. പലപ്പോഴും എന്നെ നോക്കി സ്വാമി പുഞ്ചിരിക്കുകയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ ഡ്യൂട്ടി പോയിന്റിൽ വന്ന് കുറേ നേരം നിൽക്കുകയും അങ്കിയും ശരീരവും സ്പർശിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഭഗവാന്റെ ആ ഒരു ഇതില് കോരിത്തെരിപ്പുണ്ടാക്കുന്നു. ഒരു അവതാരത്തിൽ നിന്നും ദർശനം, സ്പർശനം ലഭിച്ചിരുന്നെങ്കിലും സംഭാഷണം ലഭിച്ചില്ലല്ലോ എന്നൊരു വിഷമം മനസ്സിൽ തോന്നിയിരുന്നു. ഒരു അവതാരത്തിൽ നിന്ന് ദർശനം, സ്പർശനം, സംഭാഷണം എന്നീ 3 അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് മഹാഭാഗ്യമാണെന്ന് എന്നോട് പരേതനായ ശ്രീ നാരായണൻകുട്ടി ഏട്ടൻ മലപ്പുറം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോലിയിൽ പരമാവധി ലഭിക്കേണ്ട പ്രൊമോഷൻ ലഭിച്ച ശേഷം കമ്പനി മാനേജ്മെന്റ് അഖിലേന്ത്യാ തലത്തിൽ ജീവനക്കാർ സമരം പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും അതിന് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്നിൽ വന്നു ചേരുകയും ചെയ്തു. സമരവുമായി മുന്നോട്ട് പോകവേ പ്രശാന്തി സേവക്കായി പോവുകയും ചെയ്തു. എനിക്കൊരിക്കൽ സ്വാമി പാദനമസ്കാരം നൽകിയതിന് ശേഷം ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ജോലി ചെയ്യുകയാണ് സ്വാമി എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ സ്വാമി എന്നെ തീക്ഷണമായി നോക്കി ഇപ്പോൾ ജോലിയൊന്നും ചെയ്യുന്നില്ലെന്നും ചുമ്മാ കറങ്ങി നടക്കുകയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞപ്പോൾ മാസങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഞാൻ ഞെട്ടിപ്പോയി. അതോടെ സ്വാമിയിൽ നിന്ന് സംഭാഷണവും ലഭിച്ച സന്തോഷവും കൈവന്നു. അതിനിടെ മാനേജ്മെന്റുമായി ഒത്തുപോകാൻ വയ്യാത്ത സാഹചര്യത്തിൽ ആ ജോലി ഉപേക്ഷിച്ചു. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ ധാരാളമായി കൈവന്നെങ്കിലും വർഷത്തിൽ 2 തവണ പ്രശാന്തി സേവക്കുള്ള അവസരം ലഭിക്കുകയില്ലല്ലോ എന്നോർത്ത് അവയൊക്കെ വേണ്ടെന്ന് വെച്ചു. രാജ്യത്തിലെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളിലൊക്കെ ഇതിനിടെ സന്ദർശിക്കുകയുണ്ടായി. ഇത്രയും വർഷത്തെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഭൗതിക ജീവിതത്തിൽ വലിയ കാര്യമില്ലെന്നും ഭൗതിക ജീവിതം നയിക്കുമ്പോൾ പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വന്നേക്കുമല്ലോ എന്ന് ചിന്തിച്ചുപോയി. അതിനാൽ വൈവാഹിക ജീവിതം വേണ്ടെന്ന് വെക്കുവാനും ഞാൻ മനസ്സിൽ ഉറച്ചു. അതേസമയം വിവാഹം കഴിക്കുവാനായി വീട്ടുകാരിൽ നിന്ന് കടുത്ത സമ്മർദ്ദം വന്നുകൊണ്ടേയിരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥനായ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എന്നോട് നമുക്ക് ഇരുവർക്കും ഒരുമിച്ച് ചെറിയ ദിവസം തന്നെ കല്യാണം കഴിക്കാമെന്ന് പറയുമായിരുന്നു. എൻ്റെ ദൃഢനിശ്ചയം പിതാവിന് ദേഹസ്വസ്ഥ്യം വരുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക കൂടി ചെയ്തു. എന്നിട്ടും എൻ്റെ ഇളയ സഹോദരന്റെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പോലും വിവാഹം വേണ്ട എന്ന നിശ്ചയത്തിൽ നിന്നും ആർക്കും എന്നെ പിന്തിരിപ്പിക്കുവാൻ സാധിച്ചില്ല. എൻ്റെ മനസ്സിലുള്ള നിശ്ചയത്തെക്കുറിച്ച് രക്ഷിതാക്കന്മാർക്കോ മറ്റാർക്കുമോ അറിയുമായിരുന്നില്ല. 1996 ഞാൻ മറ്റു ചിലരുമായി ചേർന്ന് പാർട്ണർഷിപ്പ് ബിസിനസ് അടിസ്ഥാനത്തിൽ ചില സംരംഭങ്ങൾ ആരംഭിച്ചു. വീണ്ടും 3 വർഷം കടന്നുപോയി. വിവാഹ കാര്യത്തിൽ വീട്ടുകാരിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വന്നു. എന്നോടൊപ്പമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് ജ്യേഷ്ഠനും ഉറച്ചു നിശ്ചയിച്ചു. ഇതിനിടെ വർഷം തോറും 2 തവണ പ്രശാന്തി സേവനം നടത്തുക പതിവായിരുന്നു. 1999 ജനുവരി മാസം 15-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഞാൻ മന്ദിരത്തിൽ സ്ഥിരമായി സേവനം ചെയ്തു വരുന്ന സ്ഥലത്ത് തന്നെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഷിർദി സായി പർത്തി സായി എന്ന ഫിലിമിന്റെ ചിത്രീകരണം നടക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ സേവനമനുഷ്ഠിക്കുന്ന പ്രത്യേക പോയിന്റ് അതൊരു VIP പോയിന്റ് ആയിരുന്നു. സ്വാമി സ്ഥിരമായി വന്ന് കുറേ നേരം ചെലവഴിക്കുകയും സംവിധായകനും മറ്റ് ആർട്ടിസ്റ്റുകൾക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 1-ാം തീയതി മുതൽ കർണാടക സംസ്ഥാനത്താണ് പ്രശാന്തി സേവയുടെ ചുമതല. ഇതിനകം തന്നെ കേരള സേവയുടെ 2 ബാച്ചിലും കൂടി 15 ദിവസം സേവനമനുഷ്ഠിച്ച എന്നോട് കർണാടക സംസ്ഥാനത്തിന്റെ ആദ്യ ബാച്ചിൽ ഒരാഴ്ച കൂടി സേവനമനുഷ്ഠിക്കുവാൻ സാധിക്കുമോ എന്ന് ശ്രീ സഹ, അദ്ദേഹമാണ് മന്ദിരത്തിന്റെ ഫുൾ ചാർജ് പെർമനന്റ് ആയിട്ട് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട സമയത്ത് ഇത്രയും നാൾ രാപ്പകൽ, കാരണം വളരെയേറെ ഇതായിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് മന്ദിരത്തിൽ, അത് മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്രയും നാൾ രാപ്പകൽ ഭേദമെന്നെ സേവനം ചെയ്ത് എനിക്ക് ശാരീരികമായി കടുത്ത ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ശ്രീ സഹയ്ക്ക് അനുകൂലമായ ഒരു മറുപടി നൽകാൻ സാധിച്ചില്ല. കുറച്ചു നേരത്തെ സംഭാഷണത്തിന് ശേഷം
ഐ റിക്വസ്റ്റ് യു മിസ്റ്റർ പ്രദീപൻ ടു ഡു ദിസ് സേവ ഫോർ സം മോർ ഡേയ്സ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തള്ളിക്കളയാൻ സാധിച്ചില്ല. വിദേശികളും സ്വദേശികളും പല പ്രമുഖ വ്യക്തികളും എനിക്ക് പരിചയപ്പെടുവാൻ പല ഘട്ടങ്ങളിലായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2/2/1999 ജീവിതത്തിലെ സുപ്രധാന ചരിത്ര മുഹൂർത്തമായി ഞാൻ കാണുന്നു. അന്നാണ് ഭഗവാൻ രാവിലത്തെ ദർശന സമയത്തുള്ള ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം പുറത്തു വന്ന് ഭക്തന്മാർക്ക് വീണ്ടും ദർശനം നൽകിക്കൊണ്ടിരിക്കെ ഞാൻ സേവനമനുഷ്ഠിക്കുന്ന സ്ഥലത്ത് വന്ന് കുറേ സമയം നിന്നു. സേവാദൾ എന്ന നിലയ്ക്ക് എനിക്ക് സ്വാമിയുടെ മുഖത്തേക്ക് നോക്കുവാൻ പറ്റില്ലല്ലോ. അതേസമയം മുന്നിലിരിക്കുന്ന ഭക്തന്മാർ സ്വാമിയെ നോക്കുകയും കൂടെ എന്നെ തന്നെ നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കുറേ സമയം ഇങ്ങനെ തുടർന്നപ്പോൾ എനിക്ക് സ്വാമിയുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സ്വാമി എന്നെ ആംഗ്യ ഭാഷയിൽ അടുത്തേക്ക് വിളിച്ചു. ഞാൻ പോയി ഭഗവാന് മുന്നിൽ മുട്ടുകുത്തി കൈകൂപ്പി നിന്നു. സ്വാമിനോട് ആദ്യം തനി തെലുങ്കിൽ എന്തൊക്കെയോ സംസാരിച്ചു തുടങ്ങി. പിന്നെ ശ്യാംലാൽ എപ്പിടി എന്ന് എന്നോട് ചോദിച്ചു. അദ്ദേഹം വെസ്റ്റേൺ ക്യാൻറ്റീൻ്റെ അക്കൗണ്ടന്റ് ആയിരുന്നു. ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അതിനുശേഷം സ്വാമി ആർ യു ഫ്രം കർണാടക എന്ന് വളരെ കുറച്ച് സീരിയസ് ആയിട്ട് എന്നോട് ചോദിച്ചു. ഞാൻ സ്വാമിയോട് നോ സ്വാമി ഐ ആം ഫ്രം കേരള എന്ന് പറഞ്ഞപ്പോൾ സ്വാമി പുഞ്ചിരിച്ചുകൊണ്ട് കേരളയാ, എല്ലാവരും പോയോ, ഇനി എത്ര പേര് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ തന്നെ ഒരു രതീഷൻ, തളിപ്പുറം സമിതിയിൽ രതീഷനും അന്നേരം ആ സമയത്ത് ഡ്യൂട്ടി ഞാൻ പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 2 പേര് ഇവിടെ ഇരിക്കുന്നു സ്വാമി എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണുന്നു. സ്വാമി തിരിഞ്ഞ് നമ്മൾ ഡിവോട്ടീസിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കൊണ്ട് എന്നോട് ചോദിച്ചു, ഒരുവൻ അവനോ എന്ന് ചോദിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയ സമയത്ത് അവിടെ ഇരിക്കുന്ന നമ്മൾ ശ്രീദീപ്, കണ്ണൂർ സമിതിയിൽ നമ്മൾ ശ്രീദീപ് ശ്രീധറായിരുന്നു. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് അന്ന് തിരിച്ചു പോകേണ്ട വ്യക്തിയായിരുന്നു. സ്വാമി അങ്ങോട്ട് ചോദിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇദ്ദേഹം ആയതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അനങ്ങാതിരുന്നപ്പോൾ സ്വാമി അദ്ദേഹത്തിന് വിളിച്ചു. എന്നിട്ട് എന്നെക്കുറിച്ച് അവനോട് കുറച്ച് കാര്യങ്ങളിലും പറഞ്ഞു. അതിനുശേഷം അവൻ പറഞ്ഞു, സ്വാമി എൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞു. സ്വാമി പറഞ്ഞു ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് സ്വാമി പതുക്കെ നടന്നു നീങ്ങി. അതിനുശേഷം അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ദർശന സമയത്ത് സ്വാമി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും വെർ ഈസ് ദാറ്റ് ബോയ് എന്ന് ചോദിക്കുകയും ചെയ്തു. ഹീ ഈസ് സിറ്റിംഗ് എമംഗ് ദ ഡിവോട്ടീസ് എന്ന് ഞാൻ മറുപടി നൽകി. അടുത്ത നിമിഷം എന്നോട് ഗോ ഇൻസൈഡ് എന്ന് പറഞ്ഞു. സ്കാർഫും ബാഡ്ജും ധരിച്ച എന്നോട് അകത്തേക്ക് പോകാൻ സ്വാമി ഒരിക്കലും പറയുകയില്ലെന്നും ശ്രീദീപിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നും ഞാൻ ശങ്കിച്ചപ്പോൾ സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളോടാണ് പോകാൻ സ്വാമി ആവശ്യപ്പെട്ടെന്നും എന്തേ പോകാതെന്നും ചോദിച്ചു. അങ്ങനെ ഞാനും ശ്രീദീപും ഇന്റർവ്യൂ മുറിയുടെ, കാരണം അവിടെയുള്ള സിസ്റ്റം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഇന്റർവ്യൂ മുറിയുടെ മുൻപിൽ പോയി ഇരുന്നു. സ്വാമി ഈ ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പലപ്പോഴായിട്ട് പല ഇത് നോക്കും സ്വാമി. ആരെങ്കിലും സ്വാമി പറയാതെ ആരെങ്കിലും എഴുന്നേറ്റ് പോകുന്നുണ്ടോ, അങ്ങനെ സ്വാമി തന്നെ പറയും നോ ഗോ എന്നിങ്ങനെ വിരലുകൊണ്ട് കാണിക്കുമായിരുന്നു. അവിടെ പോയി ഇരുന്നപ്പോൾ തൊട്ട് അടുത്ത് വേറൊരു വ്യക്തി വന്നിരുന്നു. അദ്ദേഹം നമ്മളെ വായുസേനാ മേധാവി എയർ ചീഫ് മാർഷൽ സൂര്യായിരുന്നു. അദ്ദേഹത്തിന് 2 ദിവസം മുന്നേ പരിചയപ്പെടാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാരതത്തിലെ 3 സേനേന്റെ ഒരു സേനാധിപനാണ് എയർ ചീഫ് മാർഷൽ സൂരി. അദ്ദേഹം വന്ന് നമ്മുടെ അടുത്തിരുന്നു. അങ്ങനെ ഭഗവാൻ നമ്മളെ അടുത്ത് വന്ന് നമ്മൾ 3 പേരെയും വിളിച്ച് ഭഗവാൻ ഇന്റർവ്യൂ റൂമിലേക്ക് പോയി. ആ ഇന്റർവ്യൂ റൂമിൽ തുറന്ന് ഉള്ളിൽ കടക്കുന്ന സമയത്ത് ഭഗവാന്റെ ഇന്റർവ്യൂ റൂം ഒഴികെ ബാക്കി ഭഗവാൻ ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും ബാക്കി എല്ലാ സ്ഥലങ്ങളും എനിക്ക് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ഡ്യൂട്ടിയിലായിരുന്നു അന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഭഗവാൻ നമ്മൾ 3 പേരെയും അതിൻ്റെ ഉള്ളിലെത്തി ഭഗവാൻ തിരിച്ച് പുറത്തിറങ്ങി ഒരു 4 പേരെയും കൂട്ടി വന്നു. ചെറിയ ഇന്റർവ്യൂ റൂം കണ്ടവർക്ക് അറിയാം, വളരെ ചെറിയ റൂമാണ്. അവിടെയാണ് 10ഉം 60ഉം ആളുകളും സ്വാമി ഇന്റർവ്യൂവിന് കയറ്റുന്നത്. അവിടെ സ്വാമിന്റെ ഇന്റർവ്യൂ റൂമിൽ ഒരു ഭഗവാന്റെ സിംഹാസനം, ഭഗവാൻ പ്രസാദം വെക്കുന്നത് ഒരു ജനലിന്റെ മുകളിൽ ഒരു കൊട്ടയില വെക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാനാണ് അതിൽ ഉള്ളത്. അതിനുശേഷം സ്വാമി പുറത്തുപോയി 4 പേരെയും കൂട്ടി വന്നു. അത് കേണൽ ബോസും അദ്ദേഹത്തിന്റെ അനുജൻ ഒരു ബ്രിഗേഡർ ബോസ്, പിന്നെ ഒരു ആർക്കിടെക്ട് എഞ്ചിനീയർ, അദ്ദേഹത്തിന്റെ സിസ്റ്ററും ആയിരുന്നു അവിടെ വന്നത്. 4 പേരെയും കൂട്ടി വന്ന ഉടനെ ഭഗവാൻ പറഞ്ഞു നോ ലേഡീസ് സെപ്പറേറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ സെപ്പറേറ്റ് ആ സിസ്റ്റർ സെപ്പറേറ്റ് ഇരുത്തി ഭഗവാൻ വിഭൂതി സൃഷ്ടിച്ച് ആ മക്കൾക്ക് 3 പേർക്ക് മാത്രം കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ സൃഷ്ടിച്ച എനിക്ക് കസേരയിൽ ഭഗവാൻ ഇരുന്നു. എല്ലാവരെയും വളരെ സിമ്പിളായിട്ട് വളരെ ഫ്രീ ആയിട്ടാണ് ഭഗവാൻ എൻ്റെ ഉള്ളിൽ നിന്നും പെരുമാറല്. കാരണം അത്രയും സ്നേഹത്തോടെ അത്രയും ഇതായിട്ടാണ് പെരുമാറി. സുന്ദരമായ ഹിന്ദിയിൽ അനർഘളമായി സ്വാമി ബ്രിഗേഡർ ബോസിനോട് കുടുംബത്തോടും സംസാരിച്ചു തുടങ്ങി. ബോസിന്റെ ഭാര്യ അന്ന് കാലത്ത് പുട്ടവർത്തിയിൽ വെച്ച് ദിവംഗതയായിരുന്നു. ഇതിന്റെ സംസ്കാര കർമ്മങ്ങളെക്കുറിച്ചും മറ്റുമായിരുന്നു സ്വാമി സംസാരിച്ചത്. എല്ലാവരുടെയും സംശയങ്ങൾക്ക് സ്വാമി ഉത്തരം നൽകിക്കൊണ്ടിരുന്നു അവരോട്. അതിനിടയിൽ പെട്ടെന്ന് കേണൽ ബോസിനെ സ്വാമി നോക്കി.
അദ്ദേഹത്തിന്റെ വിരലടിഞ്ഞിരിക്കുന്ന ഒരു വെള്ളി മോതിരമുണ്ട്. സ്വാമി ഊരുവാൻ ആവശ്യപ്പെട്ടു. ഊരിയ ഉടനെ സ്വാമീന്റെ തൊട്ടടുത്ത്, കാരണം അത്രയും ഒരു 2-3 അടി പിന്നെ അടുത്താണ് നമ്മളെല്ലാവരെയും കൂടിയിരിക്കുന്നത്. സ്വാമി അതിനിടയിൽ എന്നെ നോക്കിക്കൊണ്ട് ഈ വെള്ളി മോതിരം എനിക്ക് എന്നെ കയ്യിലേക്ക് ഇട്ട് വന്നു. എന്നോട് ചോദിച്ചു, എന്താ ഇതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്വാമി ഇത് വെള്ളി മോതിരാണ്. അതിലെന്താ ആലേഖനം ചെയ്തിരിക്കുന്നത്? അത് ശിവരൂപം, പാമ്പല്ലുണ്ട്, ശിവന്റെ ഒരു ഇത് ഉണ്ട്. അത് കുറച്ച് തേഞ്ഞ് ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോ സ്വാമി കൈവെള്ളം നീട്ടി. ഞാൻ കൈവെള്ളയിൽ ഭഗവാൻ ആ മോതിരം വെച്ചു കൊടുത്തു. അതിൽ ശിവരൂപം അംഗിതമായിട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് സ്വാമി അപ്പോ ഈ ഇദ്ദേഹത്തോട് പറഞ്ഞത്, യു ഡോണ്ട് വാണ്ട് ദിസ്, യു വാണ്ട് ഓം എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഭഗവാന്റെ ഈ ഇത്രയും പിന്നെ പല ക്രിയേഷൻസും ഞാൻ വളരെ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിയേഷൻ സ്വാമി കയ്യിലിങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് 3 തവണ ഭഗവാൻ ഊതുക ചെയ്തത്. ആ 3 തവണ ഊതിയ സമയത്ത് എന്നിട്ട് കൈ തുറന്നപ്പോൾ വെള്ളിമോതിരം, നല്ല വെയിറ്റില്ല മോതിരം, അത് വെള്ളിമോതിരം പോയി അത് സ്ക്വയർ ഒരു സ്വർണ്ണ മോതിരായി. അതിൽ ഓം എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അവരോട് പല കാര്യങ്ങളും ഭഗവാൻ സംസാരിച്ചു തുടങ്ങി. സംഭാഷണം തുടർന്നു. അതിനിടയിൽ ബ്രിഗേഡിയർ ബോസിന്റെ 2ാമത്തെ മകനോട് കയ്യിൽ ധരിച്ചിരിക്കുന്ന ഒരു ഓവൽ ഷേപ്പ്, ഭഗവാന്റെ ഫോട്ടോയിൽ ഒരു ഓവൽ ഷേപ്പ് മോതിരം ഭഗവാൻ ഊരാൻ പറഞ്ഞു. അത് ഊരിയ സമയത്ത് ശ്രീദീപിന്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പൊ തന്നെ ശ്രീദീപ് എന്റെ കയ്യിലേക്ക് അത് തന്നു. കാരണം അത്രയും ഫ്രീ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്ന് നോക്കിയപ്പോൾ അത് ഭഗവാന്റെ ഫോട്ടോ ഉള്ള ഓവൽ ഷേപ്പ് ഒരു മോതിരമായിരുന്നു. അത് പിന്നെ സ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ മോതിരമാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ അദ്ദേഹത്തോടും പറഞ്ഞ വാക്ക് ഇത് തന്നെയാണ്, യു ഡോണ്ട് വാണ്ട് ദിസ്, യു വാണ്ട് ഡയമണ്ട്. മോതിരം സ്വാമി കയ്യിൽ അടച്ചു പിടിച്ച് 3 തവണ ഊതി. പെട്ടെന്ന് പഴയ മോതിരം അപ്രത്യക്ഷമായി. തൽസ്ഥാനത്ത് ഡയമണ്ട് പതിച്ച ഒരു സ്വർണ്ണ മോതിരം പ്രത്യക്ഷപ്പെട്ടു. അത് അദ്ദേഹത്തിന് നൽകുകയും അവർ 4 പേരെയും വിളിച്ച് ഭഗവാൻ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ റൂം ഉണ്ട്, ഗ്രൂപ്പ് ഇന്റർവ്യൂ റൂം കൂടാതെ പേഴ്സണൽ ഇന്റർവ്യൂ റൂം ഉണ്ട്. ആ റൂമിലേക്ക് ഭഗവാൻ അവരെയും കൂട്ടി പോയി സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരോടൊപ്പം സ്വാമി തിരികെ വന്നു. അവർ അവിടെ ഇരുന്നു. അതിനുശേഷം കമോൺ സൂരി എന്ന് പറഞ്ഞു. സൂരി വായുസേന മേധാവിനെയും കൂട്ടി ഭഗവാൻ വീണ്ടും ഉള്ളിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ ഫയലുണ്ടായിരുന്നു. കുറെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം പുറപ്പെടാൻ പോകുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, പോവല്ല, ഞാൻ പ്രസാദം തരാം എന്ന് പറഞ്ഞ് കൊട്ടയെന്ന് കുറെ പ്രസാദം കൊടുത്ത് അദ്ദേഹത്തോട് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വീണ്ടും പിന്നെ അന്ന് പിന്നെ ഈ സൂര്യന്റെ പെട്ടെന്ന് പോകാൻ പറഞ്ഞത്, സൂര്യന്റെ അമ്മേനെ ഡൽഹിയിൽ മിലിറ്ററി ഹോസ്പിറ്റലിൽ പിന്നെ അഡ്മിറ്റ് ചെയ്തായിരുന്നു. അത്യാസന നിലയിലുള്ള സൂര്യയുടെ മാതാവ് ശയ്യാവലംബയായിരുന്നു. അതിനിടയിലാണ് സ്വാമി ദർശനത്തിനായി ശ്രീ സൂരി എത്തിയിരിക്കുന്നത്. ആ പ്രസാദം വാങ്ങിച്ച് സൂര്യ പെട്ടെന്ന് തന്നെ പുറത്തുപോയി. പിന്നെ സ്വാമീന്റെ സൃഷ്ടിയെല്ലാം കണ്ടതിന് ശേഷം എനക്കെല്ലാം എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോയാൽ മതിയെന്നായി. അങ്ങനെ സ്വാമി നല്ല വിഭൂതി ഇവിടെ നമുക്ക് എത്തിച്ചില്ലെങ്കിൽ സ്വാമി പറഞ്ഞതിന് ശേഷം അദ്ദേഹം പോയി. അതിനുശേഷം വിഭൂതി മാതാവിന് എത്തിച്ചു കൊടുത്ത് ദീർഘനാള് ആരോഗ്യത്തോടെ ജീവിക്കുകയും ചെയ്തതായി ശ്രീ സൂര്യ സാറ് പിന്നെ എന്നെ കണ്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വാമിയുടെ അത്ഭുത സൃഷ്ടികളെ കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ച് ഇനി എങ്ങനെയെന്ന് പെട്ടെന്ന് പുറത്തു പോകേണ്ടതെന്നില്ല ഒരു പേടിച്ച ഒരു മനസ്ഥിതിയോടെ അതിന് പോകാൻ വേണ്ടിയല്ലേ ഞാൻ റെഡിയായി നിൽക്കുന്നു. കാരണം ഇനി ഞാനും ശ്രീദീപയിലും ഭഗവാൻ പറയേണ്ടവരോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മളോടല്ലേ പ്രത്യേകിച്ച് എന്നതിന് പേഴ്സണൽ ഇന്റർവ്യൂവിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പെട്ടെന്ന് സ്വാമി എന്നെ നോക്കി, കമോൺ മൈ സൺ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൂട്ടി ഭഗവാന്റെ അടുത്ത മുറിയിലേക്ക് പോയി. ഒരു ചെറിയ സോഫയിൽ സ്വാമി ഇരുന്നു. സ്വാമിയുടെ പാദത്തിനടുത്തായി മുൻപിൽ തന്നെ ഞാനും ഇരുന്നു. തൊട്ടിട്ട് ഭഗവാന്റെ പാദത്തിന് അവിടെ തന്നെ ഞാനും ഇരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് സ്വാമി എന്നോട് ചോദിച്ചു. ബിസിനസ് ചെയ്യുന്നു എന്ന് സ്വാമിയോട് പറഞ്ഞു. ബിസിനസ്സാ എന്ന് ചോദിച്ചുകൊണ്ട് സ്വാമി ഇന്നത്തെ ബിസിനസിനെ കുറിച്ചും അതിലെ അധാർമികത, ചൂഷണം, മൂല്യച്യൂതി മുതലായവയെ കുറിച്ചും കുറേ നേരം എന്നോട് സംസാരിച്ചു. ഇതൊക്കെ കേട്ട് ഞാൻ വിഷമിച്ചിരിക്കുകയാണെന്ന പോലെ ഇരുന്നപ്പോൾ വിഷമിക്കേണ്ടെന്നും ഇപ്പോൾ ചെയ്തു വരുന്ന ബിസിനസ് നിർത്തേണ്ടെന്നും അത് ഞാൻ നോക്കിക്കൊള്ളാമെന്നും സ്വാമി പറഞ്ഞു. സ്വാമി പറഞ്ഞതിന് ശേഷം ബിസിനസ് വളരെയേറെ അഭിവൃദ്ധി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കുടുംബപരമായ കാര്യങ്ങൾ സ്വാമി പറഞ്ഞു തുടങ്ങി. ഒരു കുടുംബത്തിലുണ്ടാകും ദൈനംദിന പ്രശ്നങ്ങൾ സ്വാമി വിവരിച്ചു. ഇത്ര ചെറുപ്പത്തിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ടെൻഷൻ അടിക്കേണ്ടതിലും എനിക്കേറെ ഇഷ്ടപ്പെട്ട എൻ്റെ കുട്ടിയാണ് നീ എന്നും സ്വാമി പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് നല്ല മൂഡിലാക്കിയ ശേഷം പെട്ടെന്ന് സ്വാമി എൻ്റെ മനസ്സിൽ മറ്റാരും അറിയാതെ ഉറപ്പിച്ചു വെച്ച ഒരു തീരുമാനത്തെ തകിടം മറിക്കുന്ന രീതിയിൽ സ്വാമി എന്നോടായി മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചതാണോ എന്നൊന്നും സ്വാമി എന്നോട് അന്വേഷിച്ചിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഞാൻ ഞെട്ടി ഞാൻ സ്വാമിയോട് ഒരു വ്യക്തിയും സ്വാമിയോട് അങ്ങോട്ട് പറയില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി, എനിക്ക് മാരേജ് വേണ്ടെന്ന് അറിയാതെ ഞാൻ സ്വാമിയോട് പറഞ്ഞു. അപ്പോൾ സ്വാമി കുറച്ച് ഗൗരവഭാവം, മുഖം ആ ഒരു ഇതെല്ലാം മാറ്റി ഗൗരവം നടിച്ച് കൈ ചൂണ്ടി എന്നോട് പറഞ്ഞു, നോ മാരേജ് വെരി സൂൺ, ഇന്ന മാസം എന്ന് വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു ചെയ്തു. എല്ലാം തകിടം മറിഞ്ഞല്ലോ, ഇനി എന്ത് ചെയ്യണമെന്ന് വിഷാദകുലനായി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാമി നിലത്തിരുന്ന എൻ്റെ ശിരസ് സ്വാമിയുടെ മടിയിലേക്ക്, അങ്കിയിലേക്ക് ചേർത്ത് വയ്ക്കുകയും തലയിൽ ഇങ്ങനെ തന്നെ
ആശ്ലേഷിച്ചും തലോടുകയും സ്വാമി ചെയ്തു. അതിനുശേഷം എന്നോട് പറഞ്ഞു പാദനമസ്കാരം എടുക്കാൻ പറയുകയും സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് സ്വാമി എന്നെയും കൂട്ടി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയും ആദ്യം ഇരുന്ന റൂമിൽ ഇരിക്കുകയും ചെയ്തു. അതിനുശേഷം ശ്രീദീപിനെയും കൂട്ടി മുറിയിൽ പോവുകയും അവന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും അവനെ കൂട്ടി ഞങ്ങൾ ഇരിക്കുന്ന മുറിയിലേക്ക് വന്നു. എല്ലാവരെയും മുറിയിലിരുത്തിയ ശേഷം സ്വാമി തന്റെ കസേരയിൽ ഇരിക്കുകയും ശ്രീദേവിനോടായി വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചു. ശ്രീദേവ് പറഞ്ഞത് ഐ വാണ്ട് സ്വാമി എന്ന് പറഞ്ഞു. പക്ഷേ ഭഗവാന്റെ ഈ സൃഷ്ടി ഇത്രയും ഡ്യൂട്ടി ഞാൻ ചെയ്യുന്ന സമയത്തും പല രീതിയിലെ സൃഷ്ടിയും സ്വാമി പല സമയത്തും ചെയ്യുന്ന സമയത്തും ഒക്കെ തന്നെ സ്വാമി എന്നെ നോക്കി ഇത് പറഞ്ഞപ്പോൾ ഐ വാണ്ട് സ്വാമി എന്ന് പറഞ്ഞപ്പോൾ സ്വാമി എന്നെ കൈ തുറന്ന് പിടിച്ച് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു നത്തിങ് ഇൻ ദിസ് ഹാൻഡ് ബട്ട് എവറിത്തിങ് ഇൻ ദിസ് ഹാൻഡ് എന്ന് പറഞ്ഞു. അവനോട് ചോദിച്ചിരുന്ന ഉത്തരം പറഞ്ഞത് എന്നോടാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സ്വാമിയുടെ പല സൃഷ്ടികളും നേരിൽ കണ്ടിട്ട് ഞാൻ എങ്ങനെ ഇത് എവിടുന്ന് വരുന്നെന്ന് മനസ്സിലാലോചിക്കാറുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരമായിട്ടായിരിക്കാം സ്വാമി ഇത്തരത്തിൽ എന്നോട് പറഞ്ഞത്. അതിനുശേഷം തുറന്ന കൈ കമിഴ്ത്തി പിടിക്കുകയും കൈ ചുഴറ്റുകയും ചെയ്ത് പെട്ടെന്ന് ഒരു പിടുത്തം വലിയൊരു ഡയമണ്ട് മോതിരം പ്രത്യക്ഷപ്പെടുത്തി സ്വാമി ഇത് എല്ലാവർക്കും കാണിച്ചു തരികയും ആ മോതിരം ശ്രീദേവിനെ ധരിപ്പിച്ച് നൽകുകയും ചെയ്തു. അതോടൊപ്പം ഇത്രയും പെർഫെക്റ്റായി ലോകത്ത് ഒരു ഗോൾഡ് സ്മിത്തിനും നിർമ്മിച്ചു നൽകുവാൻ സാധിക്കില്ലെന്ന് സ്വാമി പറഞ്ഞു. എല്ലാവർക്കും സ്വാമി വിഭൂതി പ്രസാദം നൽകുകയും സ്വാമി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. സ്വാമിയുടെ വലതുവശത്ത് തൊട്ടരികിൽ നിന്ന് എന്റെ ചുമലിൽ പിടിക്കുകയും മറ്റെല്ലാവരെയും സാക്ഷിയാക്കി വീണ്ടും എന്നോട് മാരേജ് ചെയ്ത് ഭാര്യ സഹിതം വരണമെന്നും ഞാൻ വിളിക്കുമെന്നും പറയുകയും വീണ്ടും ഒരിക്കൽ കൂടി പാദനമസ്കാരം എടുക്കുവാൻ അനുവദിക്കുകയും ചെയ്തു. എല്ലാവരും അതിനുശേഷം ഇന്റർവ്യൂ റൂമിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അടുത്ത ദിവസം എന്നോട് ചോദിച്ചു ആ പയ്യൻ പോയോ എന്ന് ചോദിച്ചു. ഒക്കെ അങ്ങനെയുള്ള സംഭാഷണങ്ങൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ ലഭിക്കുന്നതിന് മുമ്പായി അത്തവണത്തെ കേരള ഡ്യൂട്ടി സമയത്ത് പയ്യന്നൂർ സന്ധ്യ ശ്രീ നാരായണേട്ടൻ എന്നോട് നിനക്ക് യോജിച്ച ഒരു പെൺകുട്ടി ഉണ്ടെന്നും അവൾ ഒരു ബാങ്ക് എംപ്ലോയി ആണെന്നും സായി കുടുംബത്തിൽപ്പെട്ടവളാണെന്നും ഡ്യൂട്ടിക്ക് വരുന്ന ആളാണെന്നും ആ കുട്ടിയുമായി വിവാഹാലോചന ആയിക്കൂടെ എന്നും ആരാഞ്ഞിരുന്നു. തത്സമയം കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് നിർദ്ദേശം ഞാൻ തള്ളിക്കളഞ്ഞു. ഇന്റർവ്യൂ ലഭിച്ചതിന് ശേഷം കല്യാണം കഴിക്കുവാൻ സ്വാമി നിർദ്ദേശിച്ചപ്പോൾ അതേ കുട്ടിയെക്കുറിച്ച് വീണ്ടും വേറൊരാൾ എന്നോട് പറയുകയും ആ ദിശയിലേക്ക് ആലോചനകൾ നീങ്ങുകയും അത് കല്യാണത്തിൽ പര്യവസാനിക്കുകയും ചെയ്തു. യാദൃശ്ചികം എന്ന് പറയട്ടെ, എന്റെ ജ്യേഷ്ഠനും രക്ഷിതാക്കളും എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ഒരേ ദിവസം തന്നെയാണ് നടന്നത്. കല്യാണം കഴിക്കുന്നതിന് മുൻപായി ഞാൻ കല്യാണ ക്ഷണക്കത്തുമായി വൈറ്റ് ഫീൽഡിൽ പോയി. ഭഗവാൻ എൻ്റെ അടുത്ത് വന്ന് ആ ലെറ്റർ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കുക ചെയ്തത്. ഞാൻ അങ്ങോട്ട് കൈകൊണ്ട് എടുത്തു കൊടുത്തില്ല. ഞാൻ അവിടെ വന്നപ്പോൾ ഭഗവാൻ അവിടെ വന്ന് നിന്നും ലെറ്റർ എടുത്തു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഭഗവാന്റെ പാദനമസ്കാരം എടുത്തില്ലല്ലോ. തിരിച്ച് അത് ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ ദർശനം തിരിച്ച് നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. 3 തവണ ഞാൻ വീണ്ടും ഭഗവാന്റെ പാദനമസ്കാരം എടുത്തതിന് ശേഷമാണ് ഭഗവാൻ അങ്ങോട്ട് പോയത്. കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യസംഘം പുട്ടവർത്തിയിൽ പോയപ്പോൾ ദർശന സമയത്ത് ഞാൻ പറഞ്ഞു സ്വാമിയോട്. സ്വാമി പറഞ്ഞ് ഞാൻ മാരേജ് ചെയ്തിട്ട് വൈഫിനെയും കൊണ്ട് വന്നിട്ടുണ്ട് സ്വാമി എന്ന് പറയാം. ரொம்ப സന്തോഷം എന്ന് പറയുകയും എന്നോട് എപ്പോഴാണ് തിരിച്ച് നാട്ടിൽ പോയതെന്ന് ചോദിച്ചു. പിന്നീട് എനിക്കൊരു മകൾ ഉണ്ടായപ്പോൾ അവളെയും കൂട്ടി സമേതം പുട്ടവർത്തിയിൽ പോവുകയും സ്വാമിയുടെ സാന്നിധ്യത്തിൽ അന്നപ്രാശം നടത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സ്വാമി അതൊന്നും അന്നേരം ചെയ്യലില്ല. സ്ലേറ്റിൽ ഹരിശ്രീ എഴുതലില്ല. അതൊക്കെ എനിക്ക് അറിയുന്നതാണ് അവിടുത്തെ സിസ്റ്റം. പക്ഷെ ഞാൻ എന്നാലും അന്നം കൊണ്ട് ചോറ് കൊണ്ട് മോളെയും കൊണ്ട് അവിടെ ഇരുന്നപ്പോൾ ഭഗവാൻ കുറച്ച് ദൂരത്തിനെ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് നേരെ അടുത്തേക്ക് വന്നു. എന്നോട് ഇങ്ങനെ കഴുത്ത് കാട്ടി കാണിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തില്ല. ആ സമയത്ത് ഭഗവാൻ വിഭൂതി സൃഷ്ടിച്ച്, സാധാരണ ഭഗവാൻ 2-3 പേർക്കെല്ലാം കൊടുക്കും. വിഭൂതി സൃഷ്ടിച്ച് മാള് തലയിൽ ശരിക്കും ഭഗവാൻ എല്ലാം അനുഗ്രഹിച്ചു. എന്നിട്ട് വീണ്ടും എന്നോട് പറഞ്ഞപ്പോൾ കൈ ഇങ്ങനെ ആക്കി കൊടുക്കാൻ ഞാൻ 3 തവണ മകൾക്ക് ഇത് വാരി കൊടുത്തു. അതിനുശേഷം ഞാൻ ഭഗവാനോട് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഭഗവാനെ നാമകരണം എന്ന് പറഞ്ഞു. ഭഗവാൻ അപ്പോൾ അവിടെ തന്നെ നിന്നും. നമുക്ക് ഇഷ്ടപ്പെട്ട പേരിടാനാണ് ഭഗവാൻ അവിടെ നിന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു സായി ഗായത്രി, സായി ഗായത്രി, സായി ഗായത്രി എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അവിടുന്ന് മെല്ലെ നീങ്ങിപ്പോയി. അന്നു മുതൽ ഇന്നേ വരെ ഭഗവാന്റെ അനുഗ്രഹത്താൽ വർഷത്തിൽ 2 തവണയും സായി കുലുകുന്താളിൽ തന്നെ സേവനം ചെയ്യുവാനുള്ള അവസരം സ്വാമി അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ ഇന്നത്തെ ഇതിൽ മാനവ സേവയാണ് മാധവ സേവ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് ശേഷം 10-15 വർഷം കൊണ്ട് ഞാൻ ഒരു സ്വാമിയുടെ പേരിൽ 2-3 മെഡിക്കൽസ് തുടങ്ങുകയും അവിടെ സായി ആശ്രയ മെഡിക്കൽ എന്ന രീതിയിൽ രോഗം ഉള്ളവർക്ക് അവിടെ ജാതി മത ഭേദമന്യേ രോഗമുള്ള എല്ലാവർക്കും തന്നെ 10% അതിൻ്റെ ഒരു ഇത് കൊടുക്കാൻ വേണ്ടി ഇപ്പോഴും സാധിക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ മുന്നോട്ട് വന്നു. മറ്റ് സ്വാമി ഇല്ല സമയം എന്ന് പറഞ്ഞ സമയത്തുള്ള ബിസിനസ് കോഴിക്കോടും വടകരയും കണ്ണൂരിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ കുടുംബം, ഞാൻ, എൻ്റെ ഭാര്യ ചിത്ര ഗവൺമെന്റ് ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറാണ്. ഒരു മകളുണ്ട്. മകള് PGക്ക് ഇപ്പോൾ
ജർമ്മനിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് എൻ്റെ മനസ്സ് ഞാൻ എവിടുന്ന് എവിടത്തേക്ക് എത്തി ഭൗതികമായിട്ട് എന്നുള്ളതിനെ കുറിച്ചെല്ലാം എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി കൂടുതലൊന്നും പറഞ്ഞില്ല. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റേത് മാത്രമാണ്. സായിരാം, സായിരാം, സായിരാം. സായിരാം മാഷെ, ഇങ്ങനൊരു അനുഭവം കേൾക്കാനൊരു ഭാഗ്യം ഉണ്ടായതിൽ വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ഭക്തനെ കാണാനും ഭക്തന്റെ അനുഭവങ്ങൾ കേൾക്കാനും സാധിച്ചത് ഒരു പുണ്യമായിട്ട് സുഹൃതമായിട്ട് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് എസ്. പ്രത്യേകിച്ച് താങ്ക്സ് വേണ്ടത് ശോഭയോടാണ്. ശോഭ ലക്ഷ്മണാണ് പ്രദീപ് സാറിന്റെ പേര് പറഞ്ഞതും ചേർത്തതും. ശോഭയ്ക്ക് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല, ഹസ്ബൻഡിന് സുഖമില്ലായിരിക്കുകയാണ്. അതുകൊണ്ട് ശോഭയോടും പ്രത്യേകം നന്ദി പറയുന്നു. സായിരാം. സായിരാം, സായിരാം അമ്മ, സായിരാം. ఒక్క ప్రేమ పాశము చేత తప్ప అందరినీ ఐకమత్యంగా అభివృద్ధి పరచడానికి ఇంకా మరొక మార్గం ఏమాత్రం కూడా లేవు. Excepting for the love, there is no way of bringing about cooperation and understanding among people. దీనికి ఒక చిన్న ఉదాహరణము. Here is a small నీవు example. అనేకత్వంగా భావిస్తున్నావు. You think that there is multiplicity. ఒక కింద ఒక క్యాండిల్ ల్యాంప్ పెట్టేసేసాము. There is a candle kept below. దానిపైన అనేక రంధ్రములంతా కొట్టి దాని ఒక పాత్రను మూసినాము. We have covered this candle with a vessel with a number of holes. అందువల్ల ఉన్నది ఒకే లైట్ అయినప్పటికీ ఆ రంధ్రముల ద్వారా బయటికి అనేక లైట్లు ఉండేట్టు కనిపిస్తుండాలి. There is only one candle light inside the vessel, but passes through the different holes and looks as though a దానిపైన different light. దట్టమైనటువంటి ఒక వస్త్రమును కప్పినాము. You have covered this vessel by a thick cloth. కనుకనే అందులో నుంచి ఏ మాత్రం కూడా మనకు లైట్ కనిపించడం లేదు. You have not been able to see light at all on account of this covering. కనుక మొట్టమొదటి ఈ దట్టమైనటువంటి యొక్క టర్కీ టవల్ తీసి పక్కన పెట్టమంటే You remove this thick turkey towel in the first instance. అప్పుడు అనేక జ్యోతులుగా కనిపిస్తుంది. Then you can see a number of lights. ఆ యొక్క అనేకంగా కనిపించేటువంటి ఆ పాత్రను మనం పగలగొట్టిందంటే ఒక్క జ్యోతిగానే మనకు కనిపిస్తుంది. Break that pot and then you will find only one light. అదే ఏక జ్యోతి, అదే ఆత్మజ్యోతి. ఉన్నది ఒక్కటే. దానిపైన నవరంధ్రములతో కూడినటువంటి యొక్క ఈ దేహం అనే పాత్రను కప్పినాము కనుక ఇవి అనేక విధంగా కనిపిస్తుంటున్నాయి. ఒక్కొక్క రంధ్రం నుంచి ఒక్కొక్క లైట్ ఉండేటట్టుగా కనిపిస్తుండాలి. This is the single light, the atmic light. This is covered by the body which has got 9 holes. ఇది అనేక జ్యోతులు లేవు అక్కడ. There are no different lights at all. ఒక్క జ్యోతి. There is only one light. కానీ దేహం యొక్క రంధ్రముల ద్వారా ఇవి అనేక జ్యోతులుగా కనిపిస్తున్నాయి. Through the holes of the physical body, you see different lights. దీనిపైన మమత్వము అనేటువంటి దట్టమైన వస్త్రాన్ని కప్పిపెట్టాము. On this particular one, you have covered with the thick cloth of మైన్నెస్, మమత్వం. నాది అనే మమత్వము, నేను అనే అహంకారము, ఈ రెండు నేసినటువంటి వస్త్రం ఇది. The two clothes are the ego of I and the possessiveness of mamatva, mine. ఆ రెండింటినీ మనము తీసి పారవేస్తే you remove I and mine. తద్వారా దేహం యొక్క భ్రాంతిని మనం క్రమక్రమేణ అదుపులో పెట్టుకుంటే, if we can control the body అది identification, ఏకోహం బహుశ్యాం, ఏకత్వమే అనేకత్వంగా రూపొందుతుంది. then you can see that one light has become many lights. ശ്രീദേവി ഉണ്ടല്ലോ അല്ലേ? സൈരമന്നെ ഉണ്ട്. മോളെ പാടിക്കോളൂ. രാമ രാമ വീഡിയോ ഓൺ ചെയ്യും. രാമ രാമ രവികുല സോമാ, രാമ രാമ രവികുല സോമാ, കോദണ്ഡ രാമ പട്ടാഭിരാമ, കോദണ്ഡ രാമ പട്ടാഭിരാമ, സായി രാമ സാകേത രാമ, സായി രാമ സാകേത രാമ, ജയ ജയ രാമ ജാനകി
राम जय जय राम जानकी राम 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 रविकुल सोमा कोदंड राम पट्टाभिराम साई राम साकेत राम जय जय राम जानकी राम जय जय राम जानकी राम 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 रविकुल सोमा साई राम താങ്ക് യു മോളെ, നന്നായിട്ട് പാടി കേട്ടോ. साई राम साई राम സായി ഉപമ. ഈശ്വരാനുഗ്രഹം റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന സംഗീതം പോലെയാണ്. അത് നിങ്ങളുടെ ചുറ്റും എല്ലായിടത്തുമുണ്ട്. നിങ്ങൾ റിസീവർ ഉപയോഗിച്ച് സമാനമായ ശബ്ദ തരംഗങ്ങൾ പിടിച്ചെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഗീതം കേൾക്കാനും ആസ്വദിക്കുവാനും സാധിക്കുകയുള്ളൂ. ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ അത് ലഭിക്കുവാൻ കുറച്ചെങ്കിലും ആത്മീയ സാധനകൾ ചെയ്യുക. നിങ്ങൾ ഒരാളുടെ ഫോണിൽ വിളിച്ചാലും മറ്റേ വശത്തുള്ള ആൾ ഫോൺ എടുത്തില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതുപോലെ ഈശ്വരൻ നിങ്ങളുടെ സ്നേഹം അംഗീകരിക്കണം. കരുണയുള്ള ഹൃദയമില്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഈശ്വരൻ അംഗീകരിക്കുകയില്ല. ഈശ്വര പ്രേമം ലഭിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് കരുണാപൂർണം ആക്കുക. ജയ് സായിരാം. സായിരാം. സായിറാം സായിറാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.